മാസങ്ങൾക്ക് ശേഷം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ. നാളെ ചേരുന്ന യോഗത്തിൽ ഒറ്റ അജണ്ട മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപകരുടെ പ്രമോഷൻ, ഗവേഷക വിദ്യാർത്ഥികളുടെ ഫയലുകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ഫയലുകൾ എന്നിവ കെട്ടിക്കിടക്കുമ്പോഴാണ് വിസിയുടെ നടപടി. സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നാളെ പ്രതിഷേധ ദിനം ആചരിക്കാനാണ് AKPCTA തീരുമാനം. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അംഗീകരിച്ച ഇനങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയാണ് സാധാരണ നിലയിൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരുക. എന്നാൽ മാസങ്ങൾക്ക് ശേഷം വിളിച്ചു ചേർക്കുന്ന സിൻഡിക്കേറ്റ് യോഗമായിട്ട് പോലും പ്രധാനപ്പെട്ട ഇനങ്ങളൊന്നും യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല. ഒറ്റ അജണ്ട മാത്രം ഉൾപ്പെടുത്തിയാണ് നാളെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. 500ഓളം അധ്യാപകരുടെ CAS പ്രൊമോഷന്റെ ഫയലുകളെല്ലാം വിസിയുടെ മുന്നിൽ കെട്ടിക്കിടക്കുകയാണ്. ഗവേഷക വിദ്യാർത്ഥികളുടെ ഫയലുകൾ 1.5 വർഷമായി പരിഗണിച്ചിട്ടേയില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ഫയലുകൾ ഉൾപ്പെടെ കുന്നുകൂടി കിടക്കുമ്പോഴാണ് വിസിയുടെ നടപടി. സർക്കാർ നിയോഗിച്ച പുതിയ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാളെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിന്റെ ഭാഗമായി മാത്രമാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇതോടെ സംഘടനാ ഭേദമന്യേ അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. വൈസ് ചാൻസലറുടെ നീക്കം അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഗവേഷകരോടുമുള്ള ധിക്കാരമെന്ന് AKPCTA പ്രതികരിച്ചു. വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ കോളേജുകളിലും നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് AKPCTA തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.